ഹലോ ഹായ് വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ ഇമാമോളുടെ ഫസ്റ്റ് ഡേ ടു നഴ്സറി ആണ് ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. എനിക്കൊന്നു അത് നമ്മളെല്ലാവരും ക്യാപ്ചർ ചെയ്ത് വെക്കേണ്ട ഒരു മൊമെന്റ് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് നഴ്സറി വിടുന്നതൊക്കെ. പിന്നെ വലുതായി നമ്മളൊക്കെ വലുതാവുമ്പോഴും അവർ വലുതാവുമ്പോഴൊക്കെ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസമായിരിക്കുമല്ലോ. അത് അവരെങ്ങനെയായിരുന്നു, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ കാണുമ്പോൾ. അതുകൊണ്ട് അത് തന്നെ ഒന്ന് എടുക്കാന്ന് വിചാരിക്കുന്നു. നമ്മൾ അമ്മമാർക്ക് പ്രത്യേകിച്ച് ഇവരിങ്ങനെ കൂടെ 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 നിന്നിട്ട് പെട്ടെന്ന് അവര് സ്കൂളിലോട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ സ്കൂളിൽ പോയായിരുന്നു എനിക്ക് അത്രയും കൂടെ ഫ്രീ ടൈം കിട്ടുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിങ്ങനെ കൂളായിട്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെ ദിവസം ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പം എന്താ പറയാ, 2-3 ദിവസമായിട്ട് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സങ്കടമായിരുന്നു. ഇവള് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവളെ മാനേജ് ചെയ്യലായിരുന്നു ഒരു വലിയ പണി എനിക്ക്. ഇസാമോളെ മാനേജ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഇമാമോള് അവള് കുറച്ചുകൂടെ വർത്താനമൊക്കെ പറയാനൊക്കെ, നമ്മൾക്ക് ആരോടെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ അവളുണ്ടായിരുന്നു. പക്ഷെ എന്നോട് വർത്താനം പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് അവളുടെ ഡെവലപ്മെന്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും അവള് നഴ്സറിയിൽ പോയിട്ട് നല്ല മിടുക്കി കുട്ടിയൊക്കെ ആവട്ടെ എന്നിങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നു. സങ്കടമൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. അവളെന്തായാലും ഹാപ്പിയാണ്. അവളുടെ ഈ കുഞ്ഞു ജേണി ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. ഓക്കേ, അപ്പോൾ കാണാം. ഉപ്പുമാവ് ഇഷ്ടമാവും. ഉപ്പുമാവും പഴമൊക്കെ കൂട്ടി കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കി മാഡത്തിനെ സന്തോഷിപ്പിച്ച് സ്കൂളിലോട്ട് വിടാമെന്ന് വിചാരിച്ചു. എഴുന്നേറ്റിട്ടില്ല ഇതുവരെ. അതിന് മുമ്പ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നും ഇല്ലല്ലോ. അവളെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി ഡ്രസ് ചെയ്ത് എല്ലാം കൊടുത്ത് വിട്ടാൽ മതി. അതിന് വർക്ക് ഫ്രം ഹോം ആണ്. മകളെ ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ട് വിടുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. എനിക്ക് ഇച്ചിരി എക്സ്ട്രാ സങ്കടവും ഉണ്ട്. കാരണം ഇനി മുതൽ 9 to 3 അവളുണ്ടാവത്തില്ലല്ലോ, ഞാൻ ഇസാമോളും തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഇത് വേറെ നമുക്ക് റെഡിയാക്കിയിട്ട് അവളെ പതുക്കെ വിളിക്കുക. ഇപ്പൊ സമയം എത്രയായി? സമയം 5 മിനിറ്റ് ഫാസ്റ്റ് ആട്ടോ. അപ്പൊ 7:10. അപ്പൊ 7:10 വരെ 7:30 ആകുമ്പോഴെങ്കിലും അവളെ വിളിക്കണം. അപ്പൊ ഇത് വേഗം ഉണ്ടാക്കിയിട്ട് നമുക്ക് അവളെ വിളിക്കാം. ഉപ്പുമാവ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഉപ്പുമാവ് ഇച്ചിരിയും കൂടെ ആവാനുണ്ട്. അത് ഞാൻ മൂടി വെച്ചേക്കുവാ. ഇനി അതിനാ ചൂടിലിരുന്ന് അയക്കുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് നമ്മുടെ കഥാനായികയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക. ഇന്ന് ഡേ ഇൻ ഇമാമോൾസ് ലൈഫാണല്ലോ അവൾ ചെയ്യുന്നത്. അപ്പം അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതിന്റെ കൂടെ എന്റെ മറ്റേ കഥാനായികയും ചിലപ്പോൾ എഴുന്നേക്കും. ഇസാമോളും കൂടെ ചാടി എഴുന്നേറ്റ് കളയും. എന്താ മൂഡ് ഒന്നും പറയാൻ പറ്റത്തില്ല. മോൺ ചക്കരേ, ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോണ്ടേ ഇന്ന്? സ്കൂളിൽ പോണ്ടേടാ? വാവ്, അങ്ങനെ ആ ദിവസം വന്ന് മുക്കുട്ടാ. ഹായ് മുക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഓ, ഇതൊക്കെ വാറ്റി ഇത് എന്റെ ഒരു കിടപ്പാനോ. ചക്കടേനെ ഉണ്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്റെ അമ്മച്ചോ ബിഗ് ഗേളിനെ എന്നിട്ട് കേട്ടാ വലിയ ടെൻഡ്രംസ് ഒന്നും തരാതെ എന്നിട്ട് ചക്കരക്കുട്ടി. അപ്പൊ ഞങ്ങള് ഇനി അടുത്ത പരിപാടിക്ക് പോവാണ്. ഞങ്ങൾ നേരെ ഇനി ടോയ്ലറ്റിൽ പോയി ബ്രഷ് ചെയ്ത് ചുച്ചൊക്കെ വെച്ച് മൊത്തം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇപ്പം വരും അല്ലേ മുക്കുട്ടാ? അപ്പൊ എന്തൊക്കെ സെറ്റ്? ഓക്കേ, നമ്മുടെ അടുത്ത കഥാനായിക എഴുന്നേറ്റിട്ടുണ്ട്. കഴിക്കാമ്മ? നല്ലപോലെ വിശക്കുന്നുണ്ടോ? നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അതിനകത്തുനിന്ന് നട്ട്സ് ഒക്കെ പറക്കി കഴിക്കാൻ തുടങ്ങി ഓൾറെഡി പുള്ളിക്കാരത്തി. ഇത് പഴമിട്ട് കുഴച്ച് ഒരു ബോൾ പോലെ ആക്കി കൊടുക്കണം. അങ്ങനെ ഉപ്പുമാവെല്ലാം ഞാൻ ഉരുട്ടുന്നതിന്റെ സ്പീഡിൽ തന്നെ അവള് കഴിച്ചു. ബാക്കി ഇത്ര മതിയെന്ന് പറഞ്ഞു. നമ്മള് കഴിച്ചില്ല. രാവിലെ ഇത്ര എഴുന്നേറ്റ് വേണ്ട കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ അവളെ റെഡി ആക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ രണ്ടുപേരും പേരൻസിനെ വിളിക്കണം. അവളുടെ ഫസ്റ്റ് ദിവസം അല്ലേ, അപ്പൊ അവരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ എടുക്കണം. അത് കഴിഞ്ഞ് അപ്പത്തേനും എനിക്കൊന്നും സമയം ആവുമായിരിക്കുന്നു. ഇപ്പൊ സമയം 7:45 ഞങ്ങക്ക് ഒരു 8:50 ആകുമ്പോ ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. സ്കൂളിൽ 9 മണിയാകുമ്പോ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പൊ അതൊക്കെ കഴിയുമ്പോ പിന്നെ ഇവളെ റെഡിയാക്കണ്ടേ, ഇസാമോളെ റെഡിയാക്കി ഞങ്ങക്ക് റെഡി ആവണം. സമയമായിക്കോളും. മോലെ ബാഗും തൂക്കി നടപ്പായി അല്ലേ കുട്ടി?
വാ അമ്മ റെഡി ആക്കുക, സ്കൂളിൽ പോണ്ടേ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് റെഡി ആവാം. ആദ്യം ഉടുപ്പിടാൻ നോക്കണോ? വേഗം പോയി കണ്ണാടി നോക്കിട്ട് ഓടി വാ. ഉടുപ്പൊക്കെ ഇട്ടാലും കണ്ണാടി നോക്കണം പുള്ളിക്കാരത്തിക്ക് മസ്റ്റ്. ഒരു സന്തോഷം പോയിട്ടുണ്ട് നോക്കാൻ വേണ്ടിട്ട്. മുടിയിടണ്ടേ? മുക്കുട്ടി സുന്ദരിയാണെന്ന് അപ്പോഴും ചോദിച്ചേ. ഹായ്, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അതെന്ത് ചെയ്യാ? ബോള് ബാലൻസ് ചെയ്യുന്ന ഇനി അടുത്തത് തലമുടി കെട്ടുന്നുള്ള വലിയ ഒരു യത്നത്തിലോട്ട് നമ്മൾ കിടക്കുവാണ്. കാരണം എനിക്ക് തലമുടി ഒന്നും മര്യാദ കെട്ടി കൊടുക്കാൻ അറിയത്തില്ല. ഞാൻ കുറച്ച് ട്യൂട്ടോറിയൽസ് ഒക്കെ എടുക്കുന്നതായിരിക്കും. കാരണം ഓരോ ദിവസം ഓരോന്ന് പോലെ ഒക്കെ തലമുടി കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു സ്റ്റൈലില് നമുക്ക് തലമുടി കെട്ടാം. ഓക്കെ കേട്ടോ? നല്ല ഭംഗിയായിട്ട് പോണ്ടേ നമുക്ക് സ്കൂളില്. കുട്ടിക്ക് സ്കൂളിൽ പോയ അമ്മേനെ അപ്പനെ മിസ് ചെയ്യോ? അമ്മേനെയാണോ അപ്പനെയാണോ ഇസാമോളെയാണോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ വന്നത്? അപ്പൊ അമ്മയോ? അമ്മ എന്റെ അല്ലേ? എന്നെ തള്ളി പറഞ്ഞു ഗായ്സ്. ഇതെന്താ കുട്ടി? പിന്നെ അമ്മ ആരെയാ? ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എന്റെ സ്കിൽസ് ഒക്കെ പുറത്തെടുത്ത് ഞാൻ തലമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കൊള്ളാവോ? ഇനി അടുത്തത് നമ്മുടെ പേരൻസിനെയാണ്. കുറച്ച് പേരെ എല്ലാവരെയും വിളിച്ചിട്ട് മാമോളുടെ ഫസ്റ്റ് ഡേ അല്ലേ സ്കൂളിൽ പോകുന്നത്. അപ്പൊ അവരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ വേണ്ടേ ഈ മാമൊക്കെ. അതുകൊണ്ട് നമ്മളിനി എല്ലാവരെയും വിളിച്ചിട്ട് ജസ്റ്റ് ഷോർട്ട് കോൾ. അപ്പച്ചൻ എന്താന്ന് ചോദിച്ചേ? എല്ലാവർക്കും ചോക്ലേറ്റ് കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നെ കൂടെ കാണാവോ അപ്പച്ചാന്ന്? അമ്മമ്മ അപ്പപ്പ അപ്പപ്പ എന്ത് ചെയ്യാ? അമ്മമ്മ പറ അമ്മമ്മയുടെ സ്കൂളിൽ പോവാന്ന്. താങ്ക് യു എന്ന് പറ അമ്മമ്മയുടെ. അപ്പപ്പ എന്തിയേ? അപ്പപ്പയോട് പറ. താങ്ക് യു അപ്പപ്പ എന്ന് പറ. മേമ്മയുടെ അടുത്തും കൂടെ ചെന്ന് ഞങ്ങള് വെക്കുവാ. ഇപ്പം എന്തായിരുന്നു വേഗം പറഞ്ഞിട്ടേ അവളെ കൊണ്ടേ വിടണ്ടേ. ഞങ്ങളെല്ലാരും പോവാ ടൊക്കെന്ന് നടന്ന് അവളെ കൊണ്ടേ വിടാൻ. ഞങ്ങള് എല്ലാരും റെഡിയായി സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇറങ്ങുവാണ്. പ്രാർത്ഥിച്ചു, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. മാഡം എക്സൈറ്റഡ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കും പോവാം. സ്പീഡിലാ പോകുന്നത്, റോഡിൽ കൂടെ അല്ലേ പോകുന്നത്. കുഴപ്പമില്ല. സ്കൂളിലോട്ട് ഒരു 5 മിനിറ്റേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നടക്കും. ഇവരും കൂടെ കൂട്ടി നടക്കുമ്പോൾ പതുക്കെ റിലാക്സ് ചെയ്ത് 7 മിനിറ്റ് നമുക്ക് അവിടെ എത്താം. നാളെ മുതൽ ആൻസേട്ടൻ കാണത്തില്ല. ഞാൻ വേണം ഇവരെ രണ്ടുപേരെ വെച്ചോണ്ട് ഇവരെ കൊണ്ട് സ്കൂളിൽ വിടാനും കൂട്ടിക്കൊണ്ട് വരാനും ഒക്കെ. എനിക്ക് താങ്ക് യു സോ മച്ച്. ഇതാണ് ഇമാമോളുടെ സ്കൂള്. ഇവിടെ എത്താറായി. ഇതിൻ്റെ അതിലൂടെ വേറെ ഒരു വീടുണ്ട് അപ്പുറത്ത്. അതിലൂടെയാണ് നമ്മളെ പിള്ളേരെ കയറ്റി വിടേണ്ടത്. എത്തിയപ്പോൾ ഭയങ്കര സങ്കടമാണ്. സങ്കടം. ഇത്ര നാളും എങ്ങനെയാലും സ്കൂളിൽ വിട്ടാൽ മതി എന്നുണ്ട്. എത്തിയപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ ഇമാമോളെ അവിടെ കൊണ്ടുപോയി വിട്ടു. അകത്ത് ഷൂട്ട് ചെയ്യാൻ ലൈക്ക് പെർമിഷൻ വേണേ ചോദിക്കായിരുന്നു. പക്ഷേ അങ്ങനെ വേറെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് എടുത്തില്ല. അകത്ത് പോയി. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായി. അതിനകത്തിരുന്ന് ഫോം ഫില്ലിംഗ് ആയിരുന്നു ഇമാമോളുടെ
എന്തായിരുന്നു എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത്, പിന്നെ അവളുടെ കുറേ ചോയ്സസ്, അവളുടെ ഇഷ്ടങ്ങൾ, പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള ടോയ്സ്, അവളുടെ ഇഷ്ടമുള്ള കഥകൾ, അങ്ങനെ കുറേ 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 ക്വസ്റ്റ്യൻസ്. എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര പേപ്പർ ഫില്ല് ചെയ്ത് കാണുമ്പോൾ ഒരു 8 പേപ്പർ ഉണ്ടായിരുന്നു. അതിനകത്ത് അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ അവളുടെ ലൈക്ക് അവൾക്ക് സൺസ്ക്രീൻ ഇടാൻ പെർമിഷൻ കൊടുക്കുന്നുണ്ടോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം കൊടുത്തു. പുള്ളിക്കാരത്തി അവിടെ ഇരുത്തി. ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയില്ല, ബായ് പറഞ്ഞ് വേഗം പറഞ്ഞു വിട്ടു ഞങ്ങളെ. അങ്ങനെ അവളവിടെ ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ എൻജോയ് ചെയ്ത പോലെ തന്നെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ എല്ലാം കണ്ട്. അപ്പം ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us.